ഹലോ എവരിവൺ, നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് തേർഡ് ചാപ്റ്ററിന്റെ പേര്? ബിഹൈൻഡ് സെൻസേഷൻസ് അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഐ, ഇയർ തുടങ്ങിയവയുടെ സ്ട്രക്ചേഴ്സ് പഠിച്ചു. ദെൻ അതുപോലെ തന്നെ ഓരോ പാർട്ടും എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, വിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ ഹിയറിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തെ കുറിച്ചാണ്. നമുക്കറിയാം നമ്മളുടെ ചെവികൾക്ക് രണ്ട് ഫംഗ്ഷൻസ് ആണ് ഉള്ളത് അല്ലേ. ഒന്നെന്ന് പറയുന്നത് ഹിയറിംഗ് അല്ലെങ്കിൽ കേൾവി, രണ്ടെന്ന് പറയുന്നത് ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീരത്തിന്റെ തുലനനില പാലനം. അപ്പൊ ഇതിനകത്തിലെ ഹിയറിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോഡി ബാലൻസിങ് ആണ്. നമ്മുടെ ചെവികൾക്ക് 3 പാർട്സ് ആയിരുന്നു ഉള്ളത് അല്ലേ. ഔട്ടർ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ. അപ്പൊ ഇതിനകത്തിലെ ഇന്നർ ഇയറിന്റെ പാർട്സ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഈ ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന പാർട്സിനെ വെസ്റ്റിബുലാർ സിസ്റ്റം എന്നറിയപ്പെടുന്നു. അപ്പൊ നമ്മളുടെ ഇന്നർ ഇയറിലെ അല്ലെങ്കിൽ ആന്തരകർണത്തിലെ വെസ്റ്റിബുലാർ സിസ്റ്റം ആണ് ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്നത്. അപ്പൊ ഇന്നർ ഇയർ അല്ലെങ്കിൽ ആന്തരകർണത്തിലെ ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്ന പാർട്ടിനെ വിളിക്കുന്ന പേര് വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് വിളിക്കുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് വെസ്റ്റിബുലാർ സിസ്റ്റത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത് സെമി സർക്കുലാർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ, അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ, ദെൻ ഹെയർ സെൽസ്, അതായത് ഇവിടെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികളായിട്ട് പ്രവർത്തിക്കുന്നത് ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങളാണ്. അപ്പൊ ഇത് മൂന്നും കൂടി ചേർന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വെസ്റ്റിബുലാർ സിസ്റ്റം. അപ്പൊ ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിനകത്തിലെ പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 3 സെമി സർക്കുലാർ കനാൽസ്, അതായത് 3 അർദ്ധവൃത്താകാര കുഴലുകൾ, ഹെയർ സെൽസ് ആൻഡ് വെസ്റ്റിബ്യൂൾ. അപ്പൊ ഇത് മൂന്നും കൂടിയാണ് എന്തിന് സഹായിക്കുന്നത്? നമ്മുടെ ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തിന്. ദെൻ അതുപോലെ തന്നെ ഇവിടെ വെസ്റ്റിബുലാർ നെർവ് ഉണ്ട്, വെസ്റ്റിബുലാർ നാഡി. ഇതാണ് ഇമ്പൾസസിനെ എവിടേക്ക് കൊണ്ടുപോകുന്നത്? ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇത്രയും പാർട്സ് കൂടി ചേർന്നാണ് നമ്മുടെ ബോഡി ബാലൻസിങ് അല്ലെങ്കിൽ ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ സെമി സർക്കുലാർ കനാൽസ് അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്, അതായത് ലംബമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്തിലുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എൻഡോലിംഫ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എൻഡോലിംഫ് ഇന്നർ ഇയറിനുള്ളിൽ ഉണ്ട് എന്നല്ലേ. അപ്പൊ ഈ സെമി സർക്കുലാർ കനാൽ അല്ലെങ്കിൽ അർദ്ധവൃത്താകാര കുഴലുകൾക്കുള്ളിൽ എന്ത് നിറഞ്ഞിരിക്കുന്നു? എൻഡോലിംഫ് നിറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ സെമി സർക്കുലാർ കനാൽസിനുള്ളിൽ ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങളുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളിന് 2 പാർട്സ് ഉണ്ട്, യൂട്രിക്കിളും സാക്യൂളും. അപ്പൊ യൂട്രിക്കിളും സാക്യൂളും കൂടെ ചേർന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? വെസ്റ്റിബ്യൂൾ. അപ്പൊ ഇത്രയും പാർട്സ് ആണ് ഇവിടെ ഉള്ളത് നമ്മളുടെ ബോഡി ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്നർ ഇയറിൽ കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ സെമി സർക്കുലാർ കനാൽസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു അല്ലെ, അതായത് ലംബമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനകത്തിൽ എന്തുണ്ട്? ഹെയർ സെൽസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഭ്രമണചലനം നടത്തുമ്പോൾ, അതായത് നമ്മളുടെ തല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചലിപ്പിക്കുക, വട്ടത്തിൽ കറക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ സെമി സർക്കുലാർ കനാൽസിലുള്ള ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങൾ സ്റ്റിമുലേറ്റഡ് ആകുന്നു. അപ്പം ഈ രോമകോശങ്ങൾ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ അല്ലേ. അപ്പൊ അവ സ്റ്റിമുലേറ്റഡ് ആയാൽ എന്ത് ജനറേറ്റ് ചെയ്യും? ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹെഡിന്റെ ലീനിയർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ രേഖീയ ചലനങ്ങളാണ് നടക്കുന്നതെങ്കിൽ അതിന്റെ ഫലമായിട്ട് ഈ യൂട്രിക്കിളിലും സാക്യൂളിലും ഇതുപോലെ തന്നെ എന്തുകൊണ്ട്? ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങളുണ്ട്. അപ്പൊ അവയാണ് റിസപ്റ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഹെഡ് ലീനിയർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ രേഖീയ ചലനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂട്രിക്കിളിലെയും സാക്യൂളിലെയും ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. അപ്പൊ നോക്കിയേ, റൊട്ടേറ്റഡ് മൂവ്മെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സെമി സർക്കുലാർ കനാൽസിലുള്ള ഹെയർ സെൽസ് അല്ലെങ്കിൽ രോമകോശങ്ങൾ സ്റ്റിമുലേറ്റഡ് ആകുന്നു. ഇനി ലീനിയർ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ രേഖീയ ചലനങ്ങളാണെന്നുണ്ടെങ്കിൽ യൂട്രിക്കിൾ സാക്യൂൾ, യൂട്രിക്കിളും സാക്യൂളും എവിടെയുള്ള പാർട്ടാണ്? വെസ്റ്റിബ്യൂളിലുള്ള പാർട്ടാണ് അല്ലെ. അപ്പൊ ഈ യൂട്രിക്കിളിലും സാക്യൂളിലും എന്തുകൊണ്ട്? ഹെയർ സെൽസ്, അതാണ് അവിടുത്തെ റിസപ്റ്റേഴ്സ്. ആ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പൾസസ് ജനറേറ്റഡ് ആകുന്നില്ലേ, അതായത് ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നെർവ് വഴി എവിടേക്ക് എത്തുന്നു? ബ്രെയിനിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മളുടെ ബോഡി ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാർട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, സെറിബെല്ലം ആണ് അല്ലേ. അപ്പൊ ഈ ഇമ്പൾസസ് എന്ന് പറയുന്നത് വെസ്റ്റിബുലാർ നെർവ് വഴി എവിടേക്ക് എത്തും? സെറിബെല്ലത്തിലേക്ക് എത്തുന്നു. ഇനി ഇത് കൂടാതെ തന്നെ നമ്മളുടെ ഹെഡൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മസിൽസിലും ഐസിലും ഒക്കെ ഉള്ള റിസപ്റ്റേഴ്സ് ഒക്കെ സ്റ്റിമുലേറ്റഡ് ആകും, ഇമ്പൾസസ് ഫോം ചെയ്യും. ആ ഇമ്പൾസസ് എവിടേക്ക് എത്തും? നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും. അപ്പം ബ്രെയിനിലേക്ക് ഇമ്പൾസസ് എത്തുന്നതിന്റെ ഫലമായിട്ട്, അതായത് ഇയറിൽ നിന്നുള്ള ഇമ്പൾസസ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഐയിലെയും മസിൽസിലെയും ഒക്കെ ഇമ്പൾസസ് റിസീവ് ചെയ്തിട്ട് ബ്രെയിൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യുന്നു, അതായത് ശരീര തുലനനില പാലനത്തിന് സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ
നമ്മളുടെ ബോഡി ബാലൻസിങ് നടത്തുന്നത്. അപ്പം ബോഡി ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഇന്നർ ഇയറിന്റെ പാർട്സ് എന്ന് പറയുന്നത് വെസ്റ്റിബുലാർ സിസ്റ്റം എന്നറിയപ്പെടുന്നു. അതിൽ ഉൾപ്പെടുന്ന പാർട്സ് ഏതൊക്കെയാണ്? സെമി സർക്കുലർ കനാൽസ്, വെസ്റ്റിബ്യൂൾ ആൻഡ് ഹെയർ സെൽസ്. ഇനി ഇത് കൂടാതെ ഇവിടെ നിന്ന് ഇമ്പൾസസ് കൊണ്ടുപോകുന്നത് വെസ്റ്റിബുലാർ നെർവാണ് ഇല്ലേ. ഹെഡിന്റെ റൊട്ടേറ്റഡ് മൂവ്മെന്റ്സ് മൂലം സെമി സർക്കുലർ കനാൽസിലുള്ള ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. ഹെഡിന്റെ ലീനിയർ മൂവ്മെന്റ്സ് മൂലം യൂട്രിക്കിളിലെയും സാക്യൂളിലെയും ഹെയർ സെൽസ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തുന്നു. ദെൻ ഐയിലെയും മസിൽസിലെയും കൂടി ഇമ്പൾസസിനെ റിസീവ് ചെയ്തതിനു ശേഷം ഹെഡ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ ബോഡി ബാലൻസിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ശരീര തുലനനില പാലനം നടത്തുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇയറും ബ്രെയിനും കൂടി ചേർന്നിട്ട് നമ്മളുടെ ബോഡി ബാലൻസിങ് നടത്തുന്നത്. ഇനി ഹിയറിംഗ് ഇമ്പയർമെന്റ്സ് അല്ലെങ്കിൽ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകളാണ് നമുക്ക് പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു വരദാനമാണ് എന്തെന്ന് പറയുന്നത് ഈ ഹിയറിംഗ് അല്ലെങ്കിൽ കേൾവി എന്ന് പറയുന്നത് ഇല്ലേ. അപ്പൊ പല ആൾക്കാർക്കും പലതരത്തിലുള്ള തകരാറുകളുണ്ട്. അപ്പൊ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ചിലർക്കാണെങ്കിൽ ജന്മനാൽ തന്നെയുള്ള തകരാറുകളായിരിക്കാം. അപ്പൊ ഈ തകരാറുകൾ എന്ന് പറയുന്നത് ഒന്നുകിൽ സർജറിയിലൂടെ പരിഹരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് അല്ലെ, അതായത് കേൾവിക്കുള്ള ഉപകരണങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കേൾവിയുടെ തകരാറുകളൊക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കറിയാം ഈ സൗണ്ട് എന്ന് പറയുന്നത് വേവ്സ് ആയിട്ട് അല്ലെങ്കിൽ തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനെന്ത് ആവശ്യമാണ്? ഒരു മീഡിയം അല്ലെങ്കിൽ മാധ്യമം ആവശ്യമാണ് ഇല്ലേ. അപ്പൊ ഈ നിശബ്ദ അവസ്ഥയിൽ, അതായത് എല്ലാം നിശ്ചലമായിരിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സൗണ്ട് എന്ന് പറയുന്നത് 0 ഡെസിബൽ ആണ്. കോൺവെർസേഷൻ അല്ലെങ്കിൽ സംഭാഷണമൊക്കെ നടത്തുമ്പോൾ നമ്മൾ എടുക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് 40 to 50 ഡെസിബൽ ആണ്. അപ്പൊ ആ ഒരു കോൺവെർസേഷൻ, അതായത് നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് ശബ്ദം എന്ന് പറയുന്നത് എത്രയാണ്? 40 to 50 ഡെസിബൽ ആണ്. ഇനി ഉച്ചത്തിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 60 ഡെസിബൽ വരെ പോകാം. കാറിന്റെ ഒക്കെ ഹോണിന്റെ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് എത്രയായിരിക്കും? 70 ഡെസിബൽ ആണ്. ഇനി എയർ ഹോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 100 to 110 ഡെസിബൽ വരെ വരാം. അതൊക്കെ ഉയർന്ന സൗണ്ടുകളാണ് ഇല്ലേ. അപ്പൊ ഒരു 80 ഡെസിബലിനൊക്കെ മുകളിലുള്ള സൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് അരോചകമാണ്. അതെന്ന് പറയുന്നത് നോയിസ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇല്ലേ. മലിനീകരണത്തിൽ പ്രധാനപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് നോയിസ് പൊല്യൂഷൻ അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം. അപ്പൊ 80 ഡെസിബലിനൊക്കെ മുകളിലാകുമ്പോഴത്തേക്കെന്ന് പറയുന്നത് അതെന്താണ്? കേൾക്കാൻ സുഖമില്ലാത്ത ഒരു സൗണ്ടാണ് ഇല്ലേ. അതായത് അത് അരോചകമാണ്. അപ്പൊ അങ്ങനെയുള്ള ഉയർന്ന ശബ്ദത്തിലൊക്കെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേൾവിക്ക് എന്ത് സംഭവിക്കാം? തകരാറുകളൊക്കെ സംഭവിക്കാം. 85 ഡെസിബൽ സൗണ്ടിന് മുകളിൽ, അതായത് കുറച്ച് സമയമാണെങ്കിലും 85 ഡെസിബൽ സൗണ്ടിന് മുകളിൽ നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേൾവിക്ക് തകരാറുണ്ടാകാം. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ 55 ഡെസിബൽ സൗണ്ടിന് മുകളിൽ കേൾക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കേൾവിക്ക് തകരാറുകൾ സംഭവിക്കാം. അപ്പൊ എപ്പോഴും ശബ്ദം കുറച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാഴ്ച പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സെൻസേഷനാണ് ഏതെന്ന് പറയുന്നത് കേൾവിയും. നമ്മുടെ ചുറ്റുപാടുമുള്ള മനോഹരമായിട്ടുള്ള സൗണ്ടുകളും പാട്ടുകളും ഒക്കെ നമ്മളെ കേൾക്കാൻ സഹായിക്കുന്നത് നമ്മുടെ കേൾവിയാണ് അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഉയർന്ന ഡെസിബലിലുള്ള സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ കേൾവിക്ക് തകരാറുകൾ സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് കേൾക്കാൻ സുഖമുള്ള ശബ്ദം മാത്രം കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഉയർന്ന ശബ്ദങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതായത് വാഹനത്തിലൊക്കെ പോകുമ്പോൾ തുടർച്ചയായിട്ട് ഹോണുകൾ മുഴുക്കുന്നതോ ഒക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഓൾഫാക്ഷൻ അല്ലെങ്കിൽ സ്മെല്ലാണ്, ഗന്ധമാണ് ഇല്ലേ. അപ്പൊ അടുത്ത സെൻസേഷൻ എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് സ്മെല്ല്. അപ്പൊ ഈ സ്മെല്ല് അറിയാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ മൂക്കിലുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗന്ധഗ്രാഹികളാണ്. സ്മെല്ലിനുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ, അതായത് ശ്വസിക്കുന്ന സമയത്ത് ഈ സ്മെല്ലിനുള്ള പാർട്ടിക്കിൾസ് എവിടേക്ക് എത്തുന്നു? നമ്മളുടെ മൂക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. മൂക്കിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്യും. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ശ്ലേഷ്മ സ്തര ഉൽപ്പാദിപ്പിക്കുന്ന മ്യൂക്കസ് ശ്ലേഷ്മത്തില് ഈ സ്മെല്ലിനുള്ള പാർട്ടിക്കിൾസ് ഡിസോൾവ് ചെയ്യുന്നു, ലയിക്കുന്നു. അപ്പൊ ഈ ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെങ്കിൽ ശ്ലേഷ്മ സ്തരത്തിനുള്ളില് ഓൾഫാക്ടറി ന്യൂറോൺസ് അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഗന്ധഗ്രാഹികളുണ്ട്. ഈ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഗന്ധകണികകൾ അല്ലെങ്കിൽ സ്മെല്ലിനുള്ള പാർട്ടിക്കിൾസ് എത്തുമ്പോഴത്തേക്ക് സ്റ്റിമുലേറ്റഡ് ആകുന്നു. അതിന്റെ ഫലമായിട്ട് ജനറേറ്റിംഗ് ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ ഇമ്പൾസസ് ഓൾഫാക്ടറി നെർവ് അല്ലെങ്കിൽ ഗന്ധനാഡി വഴി നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു. അതായത് സ്മെല്ലിന്റെ സെന്ററിലേക്ക് എത്തുന്നു. അതിന്റെ ഫലമായിട്ട്
വി എക്സ്പീരിയൻസ് സ്മെൽ. നമ്മൾ എന്ത് അനുഭവിക്കുന്നു? സ്മെൽ അല്ലെങ്കിൽ ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് സ്മെല്ല് നമ്മൾ അറിയുന്നത്? അതായത് നമ്മളുടെ നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നമ്മുടെ മൂക്കിനുള്ളിൽ എന്തോ ഉണ്ട്? ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗന്ധഗ്രാഹികളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ബ്രീത്തിങ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് സ്മെൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗന്ധകണികകൾ നമ്മളുടെ നേസൽ ക്യാവിറ്റി അല്ലെങ്കിൽ മൂക്കിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്യുന്നു. ശ്ലേഷ്മ സ്തരത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. അതിന്റെ ഫലമായിട്ട് അവിടെയുള്ള ഓൾഫാക്ടറി ന്യൂറോൺസ് അല്ലെങ്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഗന്ധഗ്രാഹികൾ സ്റ്റിമുലേറ്റഡ് ആകുന്നു. ഇമ്പൾസസ് ജനറേറ്റഡ് ഇല്ലേ? ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ഈ ഇമ്പൾസസ് റീച്ചസ് ദ സെന്റർ ഓഫ് സ്മെൽ ഇൻ ദ ബ്രെയിൻ. അതായത് ബ്രെയിനിലെ മസ്തിഷ്കത്തിലെ ഗന്ധത്തിന്റെ കേന്ദ്രത്തിലേക്ക് എത്തുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് അറിയുന്നു? സ്മെൽ അല്ലെങ്കിൽ ഗന്ധം അറിയുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്മെൽ അറിയുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ടേസ്റ്റ് അല്ലെങ്കിൽ രുചി. അപ്പം ഈ രുചി അറിയണമെന്നുണ്ടെങ്കിൽ ഗന്ധം ഇല്ലേ? സ്മെല്ല് വന്നാൽ തന്നെ പകുതി രുചി നമ്മൾ അറിഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ടേസ്റ്റ് അറിയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളുടെ ടേസ്റ്റ് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ നാക്കാണ് ഇല്ലേ? അപ്പൊ ഈ ടങ്ങിനകത്തില് ഉയർന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പാപ്പില എന്ന് വിളിക്കുന്നത്, അതായത് പാപ്പിലകൾ. അപ്പൊ ഈ പാപ്പിലകളിൽ ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ സ്വാദുമുകുളങ്ങളുണ്ട്. ഈ ടേസ്റ്റ് ബഡ്സിലാണ് കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്ന നമ്മുടെ ടങ്ങാണ്. ടങ്ങിനകത്തിൽ എന്തോ ഉണ്ട്? ഉയർന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് പാപ്പിലെ. അപ്പൊ ഈ പാപ്പിലേക്കകത്തിലാണ് ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്ന ടേസ്റ്റ് ബഡ്സ് അല്ലെങ്കിൽ സ്വാദുമുകുളങ്ങൾ ഉള്ളത്. ടേസ്റ്റ് ബഡ്സിൽ എന്തോ ഉണ്ട്? കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഫുഡ് പാർട്ടിക്കിൾസ് സലൈവയുമായിട്ട് മിക്സ് ആകുന്നു. അതിനുശേഷം ഈ സലൈവ എവിടേക്ക് എൻ്റർ ചെയ്യുന്നു? പോർസ് അല്ലെങ്കിൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ പാപ്പിലയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ എന്തോ ഉണ്ട്? ടേസ്റ്റ് ബഡ്സും അതുപോലെ തന്നെ അതിനകത്തില് കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികളുണ്ട്. അപ്പൊ ഈ സലൈവ എത്തുമ്പോഴത്തേക്ക് അതിലുള്ള ടേസ്റ്റ് പാർട്ടിക്കിൾസ് കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഇമ്പൾസസ് ഫോം ചെയ്യുന്നു. ഈ ഇമ്പൾസസ് അല്ലെങ്കിൽ ആവേഗങ്ങൾ നേർവ് അല്ലെങ്കിൽ നാഡി വഴി എവിടേക്ക് എത്തുന്നു? നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുകയും നമ്മൾ ടേസ്റ്റ് അറിയുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് സലൈവയുമായിട്ട് മിക്സ് ആകുന്നു അല്ലെ? അപ്പൊ ഈ സലൈവ പാപ്പിലേക്ക് ഉള്ളിലേക്ക് പോർസിലൂടെ പാപ്പിലേക്ക് ഉള്ളിലേക്ക് എത്തുന്നു. അപ്പൊ ഈ പാപ്പിലയിലുള്ള കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികൾ സ്റ്റിമുലേറ്റഡ് ആകുന്നു. അതിന്റെ ഫലമായിട്ട് ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇമ്പൾസസ് നേർവ് വഴി അല്ലെങ്കിൽ നാഡി വഴി നമ്മളുടെ ബ്രെയിനിലേക്ക് എത്തുകയും നമ്മൾ ടേസ്റ്റ് അറിയുകയും ചെയ്യുന്നു. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ അറിയുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് സാൾട്ട് ഉപ്പ്, സ്വീറ്റ് മധുരം, ബിറ്റർ കയ്പ്, സോർ പുളിപ്പ്, പഞ്ചന്റ് അല്ലെങ്കിൽ ചവർപ്പ്, അതുപോലെ തന്നെ ഉമാമി. അപ്പൊ ഇങ്ങനെയുള്ള ടേസ്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അറിയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ടേസ്റ്റിനെ കുറിച്ച് പറയാൻ. ഇനി നമുക്ക് നമ്മളുടെ ഒരേ ഒരു സെൻസ് ഓർഗൻ കൂടിയുള്ളൂ പഠിക്കാൻ. അതേതാണ്? സ്കിന്നാണ്. അപ്പൊ സ്കിന്ന് ഏതൊക്കെ സെൻസസ് ആണ് അറിയാൻ സഹായിക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.